നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി ദില്ലി ചലോ മാർച്ചിന്റെ ഭാഗമായി പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്ര അവിട്ടപ്പള്ളിയിൽ സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തകർന്നുകിടക്കുന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. വീട്ടിക്കുന്ന് ഉപ്പുഴി ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും. ഓണത്തെ വരവേറ്റ് ഇത്തവണയും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കളമൊരുങ്ങി. DYFI നെന്മണിക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഴായി സെന്ററിൽ യങ് ഇന്ത്യ ക്യാമ്പയിനും മാർച്ചും സംഘടിപ്പിച്ചു. മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി ദില്ലി ചലോ മാർച്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പദയാത്ര അവിട്ടപ്പള്ളിയിൽ സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. KV രാമദേവൻ അധ്യക്ഷനായിരുന്നു. റോയ് കല്ലമ്പി ജാഥ ക്യാപ്റ്റനും ബിന്ദു ബിജോ വൈസ് ക്യാപ്റ്റനും KG ഷാജി ജാഥ മാനേജറുമായിരുന്നു. സമാപന സമ്മേളനം കോടാലി സെന്ററിൽ പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. KK സുബ്രൻ അധ്യക്ഷനായിരുന്നു. ദില്ലി ചലോ മാർച്ചിൽ പങ്കെടുക്കുന്ന TV ശിവരാമൻ, KP വിനോദ്, PR കണ്ണൻ, CR ദാസൻ, CU പ്രിയൻ, ശിവൻ എന്നിവരും പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തകർന്നുകിടക്കുന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. PCF UAE നാഷണൽ കമ്മിറ്റി അംഗം നൂറുദ്ദീൻ പുതുക്കാടിന് ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. മുസ്തഫ പുലിക്കണ്ണി, ഷിഹാബ് പെരുവാൻകുഴിയിൽ, സിദ്ദീഖ് പൊറ്റമ്മൽ, അബു ഹാജി, KC ഹംസ, കബീർ മൂഖൻ, കടപ്പാടൻ ഹംസ, പരീത് മൗലവി, നാസർ പള്ളിക്കലകത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് റോഡുകൾ നവീകരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും PDP നേതാക്കൾ അറിയിച്ചു. കല്ലൂർ കാവലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. സന്ദീപ് ഗുരുപദവും മേൽശാന്തി അനൂപ് ചോച്ചേരിക്കുന്നും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് ഷാജു അയ്യഞ്ചിറ, സെക്രട്ടറി രാജീവ് എടശ്ശേരി, ട്രഷറർ സന്തോഷ് നടുവിൽ വളപ്പിൽ, രക്ഷാധികാരി ബൈജു പുതുപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. മുപ്പിളിയം ഉപ്പുഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. തന്ത്രി ചിറങ്ങാട്ട് മല്ലിശ്ശേരി ശങ്കരൻ നമ്പൂതിരി, മേൽശാന്തി മൂർക്കനാട്ടുമന ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഓണത്തെ വരവേറ്റ് ഇത്തവണയും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കളമൊരുങ്ങി. തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പേർ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ മുതൽ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിനൊടുവിലാണ് പൂക്കളം പൂർത്തിയായത്. പൂക്കളത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ എടുക്കാനും നിരവധി പേരാണ് തെക്കേ ഗോപുരനടയിലേക്ക് എത്തുന്നത്. ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ഓണം വിപണനമേള പുതുക്കാട് പോലീസ് SI KR വിനു ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന മേൽശാന്തി കണ്ണനുണ്ണി നമ്പൂതിരി നിർവഹിച്ചു. ASI ചാക്കോ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 25 വരെ വിപണനമേള ഉണ്ടായിരിക്കും. പഴം, പച്ചക്കറി, ഉപ്പേരികൾ, അച്ചാറുകൾ, പുളിയിഞ്ചി, കുത്താമ്പള്ളി കൈത്തറി, കളിമൺ പാത്രങ്ങൾ തുടങ്ങിയവ വിപണനമേളയിൽ ഉണ്ടാകും. ഓണത്തിൻ്റെ എല്ലാവിധ വൈകല്യമായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് 11 വർഷം 12 വർഷമാണ് ഓണം വിപണനമേള നാട്ടുകാർക്കുള്ള ഒരു സഹായത്തോടും ചെറിയ ഒരു സഹായം ക്ഷേത്രത്തിന്റെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ 12ാമത്തെ ഓണം വിപണനമേള ഉദ്ഘാടനം ചെയ്യുകയാണ്. കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വളരെ നല്ല ഒരു കാര്യമാണ്. ഇത് ജനങ്ങൾക്ക് മിതമായ നിരക്കിലൊക്കെ
കൊടുക്കുന്നു ആഗ്രഹിക്കുന്നു ഞാൻ. ബഹുമാന്യ കുണ്ടുകാവ് ക്ഷേത്രം സമിതി അംഗങ്ങളെ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള നാട്ടുകാരെ, പൊതുജനങ്ങളെ, അമ്മമാരെ, കുട്ടികളെ, ഇത് കുണ്ടുകാട് ക്ഷേത്ര സമിതിയുടെ പേരിൽ ഇവിടെ നടക്കുന്ന സാധാരണക്കാർക്ക് പ്രാപ്യമായ വിലയിൽ പഴങ്ങളും പച്ചക്കറികളും മറ്റും ലഭ്യമാകുന്നതിന് വേണ്ടി തുടങ്ങിയ ഈ ചെറിയ എളിയ സംരംഭം എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ട് എന്ന് സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് ഇവിടെ കൂടെ എല്ലാ ഭക്തരുടെയും പൊതുജനങ്ങളുടെയും ആശീർവാദത്തോടെ സമൂഹത്തോടുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആമ്പലൂർ കലാ സാംസ്കാരിക സമിതിയുടെ ഓണം വിപണനമേള ആരംഭിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നെന്മണിക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഴായി സെന്ററിൽ ഡിവൈഎഫ്ഐ യങ് ഇന്ത്യ ക്യാമ്പയിനും മാർച്ചും സംഘടിപ്പിച്ചു. മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രമ്യ ശ്രീനാഥ് അധ്യക്ഷയായിരുന്നു. മേഖലാ സെക്രട്ടറി MS നികേത്, CPM ലോക്കൽ സെക്രട്ടറി KA അനിൽകുമാർ, ഡിവൈഎഫ്ഐ ജോയിന്റ് സെക്രട്ടറി ജയേഷ് എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സംഘടിപ്പിച്ച ഓണാഘോഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സിൻസി ശ്രീകുമാർ അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ഷാജു കോമ്പാറക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ K സുധാകരൻ, രാജൻ, നയന, വാസന്തി, ലതാ കൃഷ്ണകുമാർ, സരിത തിലകൻ, അസിസ്റ്റന്റ് സെക്രട്ടറി AS വിജയൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS വോളണ്ടിയർമാർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചീകരിക്കുന്നതിനായി പ്രത്യേക ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ശുചിത്വമുള്ള അന്തരീക്ഷം, ആരോഗ്യമുള്ള ഭാരതം എന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ രാഗിയ ജോസ്, വിദ്യാർത്ഥി സെക്രട്ടറിമാരായ വിനായക്, അമൃത എന്നിവർ നേതൃത്വം നൽകി. ഫാൻസി ആഭരണങ്ങളുടെയും ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായി ആമ്പലൂർ വരന്തരപ്പള്ളി ബസ് സ്റ്റോപ്പിന് സമീപം ചിറമൽ ബിൽഡിംഗിൽ വിനീസ് ഫാഷൻ ഹബ് ആൻഡ് സിൽവർ പ്രവർത്തനം ആരംഭിക്കുന്നു. ആഗസ്റ്റ് 17 രാവിലെ 9:30 സ്ഥാപനത്തിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ്. ഉദ്ഘാടന ഓഫറായി ചിങ്ങമാസം കഴിയുന്നതുവരെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങളുണ്ടായിരിക്കും. കൃത്രിമ നിറങ്ങളും അജിനോമോട്ടോ പോലുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കാതെ തന്നെ കൂടുതൽ രുചികരമായ വിഭവങ്ങളുടെ കലവറയുമായി ചിയേഴ്സ് കിച്ചൺ റൈസ് ആൻഡ് ഫ്ലവേഴ്സ് തിങ്കളാഴ്ച മുതൽ ആമ്പലൂരിൽ പ്രവർത്തനം ആരംഭിക്കും. ആമ്പലൂർ HDFC ബാങ്കിന് സമീപം തിങ്കളാഴ്ച രാവിലെ 10 സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം. ആദ്യ ദിവസം ഓരോ ബിരിയാണി വാങ്ങുന്നവർക്കും ഓരോ ചിക്കൻ കൊണ്ടാട്ടം ഫ്രീയായി ലഭിക്കും. ടേക്ക് അവേ കൗണ്ടർ മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. ഡെലിവറി സൗകര്യമുണ്ട്. 8891607733 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തും ഓർഡറുകൾ ചെയ്യാൻ സൗകര്യമുണ്ടെന്ന് ഉടമകൾ അറിയിച്ചു. പ്രമുഖ ബേക്കറി ഔട്ട്ലെറ്റ് ഗ്രൂപ്പായ മോഡി ബേക്കറിയുടെ പുതിയ ഷോപ്പ് ഇനി കോടാലിയിലും. കോടാലി ആൽത്തറ ജംഗ്ഷനിലെ സമൃദ്ധ ടവറിൽ ആരംഭിക്കുന്ന മോഡി ബേക്കറി തിങ്കളാഴ്ച രാവിലെ 10 വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്താടൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ സെക്രട്ടറി രഞ്ജിമോൻ ആദ്യ വിൽപ്പന നിർവഹിക്കും. മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവ് വിനയൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങും. പഞ്ചായത്ത് അംഗം ഷീജ അജിത്ത്, റോട്ടറി ക്ലബ്ബ് RMBF അഡ്വക്കേറ്റ് അഖിലേഷ്, മോഡി കേക്ക്സ് ആൻഡ് കോൺഫെക്ഷണറി പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻറ്റു ദേവസി, ഡയറക്ടർ ജോയ് ദേവസി എന്നിവർ സന്നിഹിതരാകും. അച്ഛൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കുടുംബം അശരണരായ രോഗികൾക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി. ചിറ്റിശ്ശേരി കക്കാട്ട് വീട്ടിൽ പരേതനായ വേലായുധൻ്റെ സ്മരണയ്ക്കായാണ് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത്. വീൽ ചെയർ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്ക് എന്നീ ഉപകരണങ്ങളാണ് കൈമാറിയത്. അശരണരായ രോഗികൾക്ക് ആശുപത്രി ഉപകരണങ്ങൾ വർഷങ്ങളായി സൗജന്യമായി നൽകി വരുന്ന സന്നദ്ധ സംഘടനയായ സൗഹൃദ യുവ സംഗമ പ്രവർത്തകർ മുഖാന്തിരമാണ് ഉപകരണങ്ങൾ കൈമാറിയത്. 19ാം ചരമവാർഷിക ദിനത്തിൽ അച്ഛൻ വേലായുധൻ്റെ സ്മരണയിൽ മക്കൾ വിനോദ്, വിനീഷ്, വിജീഷ് എന്നിവർ ചേർന്ന് സൗഹൃദ യുവ സംഗമം പ്രസിഡന്റ് പ്രബിനൻ ചുണ്ടേലപ്പറമ്പിൽ, രക്ഷാധികാരി സതീശൻ ഊരാളത്ത്, സെക്രട്ടറി പ്രജേഷ് കരുമത്തിൽ എന്നിവർക്ക് കൈമാറി. വേലായുധൻ്റെ ഭാര്യ വത്സയെ യുവസംഗമ പ്രവർത്തകർ അനുമോദിച്ച് ഓണപ്പുടവ സമ്മാനിച്ചു. ചിറ്റിശ്ശേരി മടവാക്കര മേരി മാതാ കപ്പേളയിൽ
റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. കുർബാനയ്ക്ക് ഫാദർ ബിജു പാണങ്ങാടൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. കപ്പേളയിൽ നൊവേനയ്ക്കും ലതീഞ്ഞിനും ചിറ്റിശ്ശേരി പള്ളി വികാരി ഫാദർ ഷാജു ഊക്കൻ നേതൃത്വം നൽകി. തുടർന്ന് നേർച്ചപ്പായസ വിതരണവും വർണ്ണമഴയും ഉണ്ടായി. തയ്യലിൻ്റെ കാത്തിരിപ്പ് ദിനങ്ങൾ ഒഴിവാക്കാൻ പുതിയ ആശയവുമായി വരന്തരപ്പള്ളിയിൽ സാൻസു ബ്ലൗസ് കോർണർ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള ബ്ലൗസുകൾ മിനിറ്റുകൾക്കകം സ്വന്തമാക്കാം എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. വരന്തരപ്പള്ളി ജനതാ ജംഗ്ഷനിലെ വരിക്കാനിക്കൽ ബിൽഡിംഗിൽ രാവിലെ 11 മണിക്ക് സാൻസു ബ്ലൗസ് കോർണർ സെലക്ടഡ് സാരീസ് എന്ന സ്ഥാപനം പ്രശസ്ത സിനിമ സീരിയൽ താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്യും. റെഡിമെയ്ഡ് ബ്ലൗസുകൾ, സാരികൾ എന്നിവയ്ക്ക് പുറമെ അത്യാകർഷകമായ ജെൻസ് വെയറുകളും ഇവിടെ ലഭ്യമാകും. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 20ാം വാർഷികാഘോഷം പറപ്പൂക്കരയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പറപ്പൂക്കര സെന്റ് ജോൺസ് ഫെറോന പള്ളിയിൽ നടന്ന സമൂഹ ബലിയിൽ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ജോൺ തെക്കേത്തല, ഫാദർ ജോബി തെക്കേത്തല എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന പൊതുയോഗം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് TP ജോസ് അധ്യക്ഷനായി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡോ ആലപ്പാടൻ മുഖ്യാതിഥിയായി. TM യോഹന്നാൻ, വർഗീസ് തെക്കേത്തല, TM ഡേവിസ്, വർഗീസ് ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. റിട്ടയർഡ് കേണൽ TV വിൻസൺ, TM ഡേവിസ്, ഡോക്ടർ അലീന വർഗീസ്, വെറോണിക്ക യോഹന്നാൻ എന്നിവർ പ്രസംഗിച്ചു. ആദരണവും കലാപരിപാടികളും സ്നേഹവിരുന്നും ആഘോഷങ്ങൾക്ക് മിഴിവേകി. കല്ലേറ്റുംകരയിലുള്ള ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിലെ മാവിൻ്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് കൂടുകൾ നിലത്ത് വീണ് പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തത് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. റെയിൽവേ സ്റ്റേഷനടുത്ത് പഴയ റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് വശത്ത് PWD റോഡരികിൽ അപൂർവ ഇനം കൊക്കുകൾ ചേക്കേറുന്ന മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്നാണ് കൂടുകൾ തകർന്ന് പക്ഷികളും കുഞ്ഞുങ്ങളും ചത്തത്. ഏതാനും പക്ഷികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷികളുടെ മുട്ടകൾ റോഡിൽ വീണ് പൊട്ടിച്ചിതറിയതും പക്ഷികളും കുഞ്ഞുങ്ങളും നിസ്സഹായരായി അലമുറയിട്ട് കരഞ്ഞതും ദയനീയ കാഴ്ചയായി. സ്വാതന്ത്ര്യദിനത്തിന്റെ അവധിയുടെ മറവിലാണ് ഈ ക്രൂരത നടന്നതെന്ന് സംഭവസ്ഥലത്തെത്തിയ പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. മാള PWD എഞ്ചിനീയറുടെ ഉത്തരവ് പ്രകാരമാണ് മരം മുറിച്ചതെന്നാണ് കരാറുകാരുടെ വിശദീകരണം. പക്ഷി നിരീക്ഷകനായ KS റാഫി, പരിസ്ഥിതി പ്രവർത്തകനായ രാജ്കുമാർ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ഇടപെട്ടതിനെ തുടർന്നാണ് മാവ് പൂർണ്ണമായും മുറിക്കാനുള്ള നീക്കം കരാറുകാർ ഉപേക്ഷിച്ചത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി പരിക്കുപറ്റിയ പക്ഷികളെയും കുഞ്ഞുങ്ങളെയും ഏറ്റെടുത്ത് കൊണ്ടുപോയി. തുടർന്ന് ചിമ്മിനി ഡിവിഷനിലെ മൊബൈൽ സ്ക്വാഡ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 2 മാസങ്ങൾക്ക് മുൻപ് ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകൾ അവധി ദിവസം മുറിച്ചു മാറ്റാൻ ശ്രമിച്ചത് വലിയ എതിർപ്പുകൾക്ക് ഇടയാക്കിയിരുന്നു. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് മാവുകൾ മുറിച്ചു മാറ്റാൻ കഴിയാതിരുന്നത്. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പിന് ഡോക്ടർ ഫാത്തിമ ആരിഫ്, അനിൽ വടക്കേടത്ത്, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, MR ആംസൺ, KV രാമജയൻ, പ്രിൻസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചകളിലാണ് ക്യാമ്പ് നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഏതാനും വാർത്തകൾ കൂടി നോക്കാം. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ PS ബിജി പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം നിവേദിത സജിൽ, പ്രധാനാധ്യാപിക NJ മിനി, SMC ചെയർമാൻ PV ശ്രീജിത്ത്, PTA പ്രസിഡന്റ് അശ്വതി ഷൈജു, MPTA പ്രസിഡന്റ് ജീവ ബേബി, സീനിയർ അധ്യാപിക അമൃതപ്രിയ എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ വാർഡ് 17 സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. മുതിർന്ന അംഗം അന്തോണി കുന്നൻ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ വട്ടക്കുഴി മുഖ്യാതിഥിയായി. അജീഷ് മുരിയാടൻ, അനു പനങ്കൂടൻ, ഷില്ലർ, ജോഷി തലയപ്പറമ്പിൽ, റിൻഡോ, ബിജു, മെബിൻ, മനോജ് എന്നിവർ നേതൃത്വം നൽകി.
കല്ലൂർ കരുവാക്കുന്നിൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ തൃക്കൂർ പഞ്ചായത്ത് അംഗം ധന്യ ഷനോജ് പതാക ഉയർത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗ്രാമീൺ ജനതാ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് സുനിൽ മുളങ്ങാടൻ, മുൻ പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ, ക്ലബ്ബ് ഭാരവാഹികളായ ഷാൻഡോ തറയിൽ, CS സുനേഷ്, KK ഷനോജ, KL സന്തോഷ്, KR മനോജ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പഞ്ചായത്തിലെ പവർ സ്റ്റേഷൻ വാർഡിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പഞ്ചായത്ത് അംഗം സിജു പയ്യപ്പിള്ളി പതാക ഉയർത്തി. ഒല്ലൂർ കേശവപ്പടിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഒല്ലൂർ സ്വദേശി സാഗർ, ചങ്ങനാശ്ശേരി സ്വദേശി വിക്കി എന്നിവർക്കാണ് പരിക്ക്. ഇവരെ ഒല്ലൂർ ആക്ട്സ് പ്രവർത്തകർ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ FTMൻ്റെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ആഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. കല്ലൂർ ഞെള്ളൂർ അമ്പാടി സുശീല അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് രാജൻ കണ്ടങ്കാവിൽ. വിനോദ്, വിനീത്, വിനീത എന്നിവർ മക്കളാണ്. തൃക്കൂർ തോട്ടുമൂല പട്ടാലി സുരേഷ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ശാന്ത. സജീഷ്, സിജി, സുബീഷ് എന്നിവർ മക്കളും നീതു മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി ദില്ലി ചലോ മാർച്ചിന്റെ ഭാഗമായി പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്ര അവിട്ടപ്പള്ളിയിൽ സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തകർന്നുകിടക്കുന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. വീട്ടിക്കുന്ന്, ഉപ്പുഴി ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും. ഓണത്തെ വരവേറ്റ് ഇത്തവണയും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കളമൊരുങ്ങി. DYFI നെന്മണിക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഴായി സെന്ററിൽ യങ് ഇന്ത്യ ക്യാമ്പയിനും മാർച്ചും സംഘടിപ്പിച്ചു. മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.